ആക്സിയം 4 ദൗത്യത്തിൻ്റെ ഭാഗമായി ഇന്ത്യൻ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ലയടങ്ങുന്ന 4-അംഗ സംഘം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തി. ഇതോടെ 41 വർഷത്തിനു ശേഷം ബഹിരാകാശത്തും ആദ്യമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലുമെത്തുന്ന ഇന്ത്യൻ പൗരൻ എന്ന നേട്ടം ശുഭാംശു ശുക്ല സ്വന്തമാക്കി. ജൂൺ 25-ന് കെന്നഡി സ്പേസ് സെന്ററിൽ നിന്നും ഫാൽക്കൺ 9 റോക്കറ്റിലാണ് ശുഭാംശു, പെഗ്ഗി വിൽസൺ, സ്ലാവോസ് ഉന്നൻസ്കി, വിസ്നിസ്കി, ടിബോർ കാപ്പു എന്നിവരടങ്ങുന്ന ദൗത്യസംഘം ബഹിരാകാശ നിലയത്തിലേക്ക് തിരിച്ചത്. 28 മണിക്കൂറായിരുന്നു യാത്രയ്ക്കായി എടുത്തത്. ജൂൺ 26 വൈകിട്ട് 4:01-ന് ഗ്രേസ് ഡ്രാഗൺ എന്ന് പേരിട്ടിരിക്കുന്ന പേടകത്തെ ബഹിരാകാശത്തെ നിലയവുമായി ബന്ധിപ്പിക്കുന്ന ഡോക്കിംഗ് പ്രക്രിയയിലെ ആദ്യഘട്ടമായ സോഫ്റ്റ് ക്യാപ്ചർ നടത്തി. തുടർന്ന് ഡ്രാഗൺ പേടകത്തിലെയും ബഹിരാകാശ നിലയത്തിലെയും മർദ്ദം ഏകീകരിക്കുന്ന ഹാർഡ് ക്യാപ്ചർ പ്രക്രിയ 4:24-ന് പൂർത്തിയാക്കി. 5:40-ഓടെ പെഗ്ഗി വിൽസൺ ആദ്യവും തുടർന്ന് ശുഭാംശുവും മറ്റ് അംഗങ്ങളും ബഹിരാകാശ നിലയത്തിലെത്തി. 14 ദിവസം വരുന്ന ദൗത്യ കാലയളവ് വിവിധ പരീക്ഷണങ്ങൾക്കായി ദൗത്യസംഘം വിനിയോഗിക്കും. 1984-ൽ രാകേഷ് ശർമ്മയാണ് ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യക്കാരൻ. റഷ്യയുടെ കോസ്മോഡ് 7 ബഹിരാകാശ നിലയത്തിലായിരുന്നു അദ്ദേഹം എത്തിച്ചേർന്നത്.